ഹായ്, ആരോ ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലൊരു സോഫ്റ്റ് ടോയ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പെൻഗ്വിൻ സോഫ്റ്റ് ടോയ് ആണിത്. ഇത് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഓൾ എന്ന ബട്ടണും ഞെക്കിക്കൊള്ളുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ പാറ്റേൺ തയ്യാറാക്കണം. പാറ്റേൺ നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. നമ്മുടെ ഇഷ്ടത്തിനാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പായിട്ട് എങ്ങനത്തെ ഇത് വേണമെന്നുള്ളത്. അപ്പം ഞാൻ ഇതേപോലെ ഒരു ഡയറിയുടെ പേജിനകത്ത് ഇങ്ങനെ ബാക്ക് പാർട്ടും ഹെഡും അങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ട് 2 പീസ് ബ്ലാക്ക് ആയിട്ട് നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കണം. തുണി നമ്മൾക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് എടുത്താൽ മതി. ഇപ്പം മൊന ഇല്ലാത്ത ഭാഗമായിട്ട് ഇങ്ങനെ നമ്മൾ വെട്ടണം കേട്ടോ. ആ മൊന ഭാഗം വേണ്ട, ഒരു പരന്ന പോലെ വെട്ടിയാൽ മതി. 2 പാർട്ടായിട്ട് ഇത് വെട്ടാം. അത് ബ്ലാക്ക് തന്നെ വേണം. ഇനി ഹെഡ്, റൗണ്ട് ഷേപ്പിൽ ഹെഡ്, അതിന് ചേരുന്ന രീതിയിൽ. അതേപോലെ തന്നെ കാലുകൾ 2 കാല് വെച്ച് 4 എണ്ണം, അത് ഓറഞ്ച് കളറ്. അതേപോലെ നമ്മൾ വെട്ടാം. പിന്നെ നമുക്ക് മൂക്ക് അല്ലെങ്കിൽ ചുണ്ട് എന്ന് പറയുന്നത് ചുണ്ടായിരിക്കും. ചുണ്ട് 2 എണ്ണം ഓറഞ്ച് കളർ. ഇതൊരു കണ്ണിൻ്റെ നടുവിൽ വയ്ക്കുന്ന കണ്ണും ആണത് വൈറ്റ് കളറിൽ ചെറിയൊരു ബോളായിട്ട്. പിന്നെ പെൻഗ്വിൻ്റെ കൈയാണിത്. കൈ 2 ബ്ലാക്കും 2 വൈറ്റും. ഇത് ഫേസിൻ്റെ ഭാഗമായിട്ട് വെക്കേണ്ടത്. ഇത് ബോഡി പാർട്ടിൻ്റെ ഭാഗത്ത് വൈറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ തുണിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ്. ഇത് ഏറ്റവും വില കുറവിൻ്റെ തുണിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിന് മീറ്ററിന് 100 രൂപയാണ്. വൈറ്റിന് മീറ്ററിന് വില കൂടുതലാണ്, കാരണം ഇത്തിരി വീതിയുള്ള തുണിയായിരുന്നു. അപ്പോൾ ഞാൻ 1/2 മീറ്റർ വെച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളൂ രണ്ടും. നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ടോയ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കളർ വാങ്ങാം. അപ്പം ഞാൻ കുറച്ച് സോഫ്റ്റ് ടോയ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഫൈബറിൻ്റെ പഞ്ഞിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് 1 കിലോന് 250 രൂപയാണ് ക്രാഫ്റ്റ് ഷോപ്പിൽ. അപ്പം ഞാൻ വാങ്ങിയത് കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ പാറ്റേൺ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ തുണിയിൽ പിൻ ചെയ്ത് വെച്ചിട്ട് ഇതേ ഷേപ്പിലെല്ലാം നമുക്ക് വെട്ടിയെടുക്കാം. എല്ലാം കറക്റ്റായിട്ട് വെട്ടാം. ബ്ലാക്കായിട്ട് വെട്ടാം. എഴുതിയെടുത്ത പോലെ തന്നെ എല്ലാം ചെയ്യാം. ബ്ലാക്കിന് ബ്ലാക്ക് തന്നെ കൊടുക്കാം, വൈറ്റിന് വൈറ്റ് തന്നെ കൊടുക്കാം. പിന്നെ കുറച്ച് ആ പാറ്റേണിന് കൂടി കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഔട്ട്ലൈൻ വരച്ചിട്ട് വെട്ടാൻ. കാരണം അത് ചെറുതല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടി ചെറുതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെറുതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞ പോലെയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. വൈറ്റും ബ്ലാക്കും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി ചുറ്റിനും അടിച്ചു കൊടുക്കുക, കാണിക്കുന്ന പോലെ തന്നെ. ഇവിടെ മാത്രം നമുക്കിന്ന് ഹോൾ പോലെ ഇടാം. അതിനകത്ത് ഫൈബർ പഞ്ഞി നിറയ്ക്കാൻ വേണ്ടിയിട്ട്. എല്ലാതും നമുക്കിന്ന് അടിച്ചെടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് മാത്രം മതി അതിൻ്റെ സൈഡുകളിൽ, കാരണം അതിൽ കൂടെ നമ്മൾ പഞ്ഞി നിറച്ചിട്ട് വീണ്ടും അത് തുന്നേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇത് തുന്നേണ്ട ഭാഗമാണ്. ഇത് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ച് പോലെ തുന്നി പിടിപ്പിക്കാൻ വേണ്ടി. ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഫ്രണ്ടിലേക്കല്ല, ഓരോരോ ചെയിൻ സ്റ്റിച്ചായിട്ടാണ് തുന്നണത്. അപ്പോൾ എല്ലാം നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം അടിച്ചെടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് തുന്നണത് നമുക്ക് വിട്ടുപോകാത്ത രീതിയിലായിരിക്കണം തുന്നേണ്ടത്. അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് തുന്നാം. എനിക്ക് മടിയുള്ളത് കൊണ്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. മറിച്ചിട്ടിട്ടൊന്ന് വെച്ച് നോക്കി. എന്നിട്ട് നമ്മൾ തുന്നണത് 4 ലെയറായിട്ടാണ് നൂലെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് ബ്ലാക്കിലേക്ക് കോർത്ത് വലിച്ചിട്ടാണ് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇടൂലേ, അതേപോലെ തന്നെയാണ് നമ്മൾ സാധാരണ പോലെ തുന്നി വെച്ചിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്കൊന്ന് എല്ലാ ഭാഗവും ജോയിൻറ്റ് ചെയ്യണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വൈറ്റ് കളറ് ചെയിൻ സ്റ്റിച്ച് പോലെ തുന്നാം. അതേപോലെ ഫേസും തുന്നാം. ഇതേപോലെയാണ് തുന്നണത് കേട്ടോ. വൈറ്റിൽ തുന്നാം. വൈറ്റിൽ സൂചി ഇറക്കിയിട്ട് ബ്ലാക്കിലേക്ക് വലിച്ചിട്ട് നൂല് സൂചിയുടെ മേളിൽ കൂടി ഇട്ടിട്ട് വലിച്ചെടുക്കണം. അത്രയും സിമ്പിളായിട്ടുള്ള തുന്നലാണിത്. അങ്ങനെ എല്ലാവരും ചുറ്റിലും ഇങ്ങനെ അറ്റം വരെ റൗണ്ടിൽ തുന്നി കൊടുക്കാം. ബാക്കി നമുക്ക് തുന്നിയിട്ട് കാണാം. ശരിക്കും ഈ തുണി നമ്മൾക്ക് നല്ലതായിട്ട് തോന്നണില്ല. കാരണം ഇതിങ്ങനെ പഞ്ഞി വയ്ക്കുമ്പോഴും ഒരുപാട് എക്സ്റ്റെൻഡ് ആവില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള വലിച്ചലുകൾ വരുമ്പം അതിനുള്ള തുണിക്ക് വ്യത്യാസം കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ തയ്ക്കുന്ന മെറ്റീരിയൽ ഇല്ലേ, വെൽവെറ്റ്, അതാണ് ഏറ്റവും സൂപ്പറായിട്ട് ഇരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ടുള്ളതിന് ഇത്തിരി പൈസ കൂടുതലായിരിക്കും. ഇത് നമുക്ക് ചിലവ് കുറച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതേപോലെ ഫേസും ചെയ്തെടുക്കാം. അങ്ങനെ ഫേസ് ചെയ്തു. അതിൻ്റെ ഉള്ളിലൊരു കണ്ണും ഇതേപോലെ തന്നെ സ്റ്റിച്ചിങ് എല്ലാം ഇതേപോലെ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 കണ്ണും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ ഭാഗം ഹെഡും തമ്മിൽ യോജിപ്പിക്കാം. ബോഡി പാർട്ടും ഹെഡും യോജിപ്പിച്ചിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ചിറകിൻ്റെ ഭാഗവും യോജിപ്പിക്കാം. കാല് വെച്ച് കാലിൻ്റെ ഭാഗത്ത് കാല് വയ്ക്കുക. ചുണ്ടിൻ്റെ ഭാഗത്ത് ചുണ്ടും വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണ് വരയ്ക്കാനുണ്ട്. കണ്ണ് ഫേബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ണിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. രണ്ട് കണ്ണിലും ഫേബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻ്റ് അടിച്ചിപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പെൻഗ്വിൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവരും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതുപോലെ ഒരു ക്യൂട്ടാണ്, സിമ്പിളുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.